പോർട്ടബിൾ സാനിറ്റൈസർ സ്റ്റാൻഡാണ്. അതാണ് ഇന്നത്തെ ഐറ്റം. നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളത്. വളരെ ഈസിയാണ്. അതേസമയം കുറച്ച് നിങ്ങളെ കുറച്ച് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൻ്റെ കുറച്ച് എക്സ്പെർട്ടൻസ് ആവശ്യമുള്ളൂ. അപ്പോൾ ഇന്ന് മുതൽ ഇയാളുടെ സാധനം ഇവിടെയാണ്. അപ്പോൾ ഇയാളെ കുറച്ച് നാളേക്ക് ഇതിനവിടെ ഉണ്ടാവും. കൊറോണ തീരുന്ന വരെ അത് ഇവിടെ തന്നെ ഉണ്ടാവും. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ സാധനം ഉണ്ടാക്കിയിട്ടുള്ളത്. വർക്ക്ഷോപ്പിൽ അതിന് വേണ്ട എല്ലാ അറേഞ്ച്മെൻറ്റും ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് പഠിക്കാം, കാണാം എങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളത്. നമുക്ക് പോവാം, വർക്ക്ഷോപ്പിലോട്ട് പോവാം. കമോൺ. ഇത് ത്രൂ ഔട്ട് നമ്മൾ മാക്സിമം ഉപയോഗിച്ചിട്ടുള്ളത് ചെറിയ ഇപ്പോൾ ഈ പിക്ചറിൽ കാണുന്ന രീതിയിലുള്ള നട്ട്സാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. അതേപോലെ ഇതുപോലെ ഹോൾ അടിച്ചിട്ട് ഇതുപോലെ ഫ്ലെക്സിബിളായിട്ട് മൂവ് ചെയ്യാവുന്ന രീതിയിൽ രണ്ട് എഡ്ജിലും കയറാവുന്നത് ഹോൾസിൽ കയറാവുന്ന രീതിയിലുള്ള എല്ലാ സെറ്റപ്പുകളും ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ മുകളിൽ നിന്ന് അറേഞ്ച്മെൻറ്റ് നടത്തി നോക്കുകയാണ്. ഇത്തരത്തിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഫ്ലെക്സിബിളായിട്ട് മൂവ് ചെയ്യാൻ പറ്റണം. അങ്ങനെ മൂവ് ചെയ്യാൻ പറ്റില്ല നമുക്ക് ഇതിൻ്റെ ഇതേ സെയിം പ്രൊസീജിയർ തന്നെ ഉള്ളിൽ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അതൊന്ന് ഹോൾ ഇട്ടിട്ട് എടുക്കുകയാണ്. ഞാൻ എൻ്റെ രണ്ട് ഭാഗം ഹോൾ ഇട്ടിട്ട് ഫ്ലെക്സിബിളായിട്ട് മൂവ് ചെയ്യാവുന്ന രീതിയിലാക്കി എടുക്കുകയാണ്. പക്ഷെ ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത് ഉള്ളിലോട്ട് പ്രോപ്പറായിട്ട് കയറില്ല. അപ്പോൾ എനിക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യണം. അപ്പോൾ കട്ട് ചെയ്ത് നമ്മൾ ഈ പീസ് എടുത്ത് കളയാണ്. അപ്പോൾ കട്ട് ചെയ്ത് പീസ് എടുത്ത് കളഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലായി. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു റിവിറ്റാണ്. ആ റിവിറ്റിൻ്റെ സൈസാണ് ഞാൻ ഈ കാണിക്കുന്നത്. സൈസ് എന്ന് പറയുന്നത് അതിൻ്റെ വീതി ഉണ്ടല്ലോ, നമ്മൾ ഫസ്റ്റ് എടുത്ത പൈപ്പിൻ്റെ വീതിയാണ് അതിൻ്റെ വേണ്ട ആ റിവിറ്റിൻ്റെ ലെങ്ത്ത്. ആ ലെങ്ത്ത് ഇതിൽ പ്രോപ്പറായിട്ട് കയറണം. അപ്പോൾ ഇതിൽ പ്രോപ്പറായിട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ പ്രശ്നമില്ല, ഓക്കെയാണ്. ഇനി ഫ്ലെക്സിബിളായിട്ട് മൂവ് ചെയ്യാൻ പറ്റുന്നത് അത് മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്യാണ് ഞാൻ അങ്ങനെ ഉണ്ടെന്നുള്ളത്. അത് കറക്റ്റായിട്ട് കയറേണ്ട പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഞാനിപ്പോൾ ഒരു സൈഡിൽ മൂവ് ചെയ്യുമ്പോൾ മറ്റേ സൈഡിൽ പ്രോപ്പറായിട്ട് നീങ്ങുന്നുണ്ട്. ആ ഡിസ്റ്റൻസ് ഒക്കെ കാണാൻ ഞാൻ റെഡ് മാർക്ക് ചെയ്തിട്ടുണ്ട്, ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അതിനാണ് സ്പ്രിംഗ് ആണ് നമുക്ക് അടുത്ത് വേണ്ടത്. സ്പ്രിങ്ങിൻ്റെ സൈസ് എന്ന് പറയുന്നത് എത്ര കണ്ടാണ് മൂവ് ചെയ്യണത് അതിനനുസരിച്ചുള്ളതാണ്. ഉള്ളിലത്തെ അളവ് ഞാൻ കറക്റ്റായിട്ട് മെഷർ ചെയ്ത് എടുക്കേണ്ടതാണ് നിങ്ങൾ കാണുന്നത്. അതുപോലെ റിവിറ്റ് ഇട്ടിട്ട് ഞാനിനി ആ ഭാഗം ഉള്ളിലേക്ക് കയറുമോ എന്നുള്ളൊരു പരീക്ഷണം നടത്തി നോക്കുകയാണ്. ഓക്കെ, കയറുന്നുണ്ട്, പ്രോപ്പറായിട്ട് പുറത്തേക്ക് വരുന്നുണ്ട്. ഈ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് സ്പ്രിങ് പ്രോപ്പറായിട്ട് ഉള്ളിൽ കയറണം. കയറിയാൽ മാത്രം പോരാ, അത് പുറത്ത് ചാടാതെ നിൽക്കണം. അതിനുള്ളൊരു അറേഞ്ച്മെൻറ്റാണ് ഞാൻ ഗ്രൈൻഡ് ചെയ്തിട്ട് എൻ്റെ സ്പ്രിങ്ങിൻ്റെ സൈസ് ഡയമീറ്റർ കണക്കാക്കിയുള്ള ഒരു അറേഞ്ച്മെൻറ്റാണ് നടത്തിയിട്ടുള്ളത്. ഇനി ഈ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ സ്പ്രിങ്ങിൻ്റെ പുറത്ത് ചാടാതിരിക്കാൻ ലോക്ക് ചെയ്യാനുള്ളതാണ്. അത് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ ഒരു ഷീറ്റിൻ്റെ ഒരു എഡ്ജ് കട്ട് ചെയ്തെടുത്തിട്ട് വളച്ചൊക്കെ എടുത്തുള്ളൊരു അതുപോലെ ഇനി കാണുന്നതാണ് ഈ താഴെയും മുകളിലായിട്ട് നമ്മൾ ചെയ്യണ രണ്ട് ഒരു പെഡലും അതേപോലെയുള്ള മുകളിലുള്ള ഒരു പ്രസ് ചെയ്യണ ഒരു ഭാഗമുണ്ട്. അതാണ് നിങ്ങൾ ഈ കാണുന്നത്. അതിനുശേഷമുള്ളതാണ് പെഡൽ ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മൾ സാധാരണ GI പൈപ്പിൻ്റെ ഒരു ഭാഗത്ത് തന്നെയാണ് പെഡൽ ഉണ്ടാക്കിയിട്ടുള്ളത്. മുമ്പ് മാറ്റി വെച്ച ആ പീസാണ് നമ്മൾ ഇതിൻ്റെ മുകളിൽ വെച്ച് നെട്ടുകൊണ്ടിട്ടുള്ളത്. പിന്നെ വെച്ചാൽ മുകള ഭാഗം നമുക്കൊന്ന് ചെയ്യാനുള്ളത് ഇതുപോലെ ഗ്ലൂ ഇട്ടിട്ട് ചെയ്യുന്നതാണ് നല്ലത്. അത് ആ ഒരു ഗ്ലൂ പ്രോപ്പറായിട്ട് കയറാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് ഹോൾസ് ഇട്ടില്ല. അപ്പോൾ ഹോൾസിലൂടെ നമ്മൾ പശ പുറത്ത് വന്നിട്ട് അവിടെ ടൈറ്റായി ഇരുന്നോളൂ, റിവിറ്റ് പോലെ അത് ആക്ട് ചെയ്തോളൂ. ഇനി ഇത് പറയുന്നത് സാനിറ്റൈസർ ഹോൾഡ് ചെയ്യാനുള്ളൊരു സംവിധാനമാണ്. അതിന് വേണ്ടി ഇതുപോലെ തന്നെ GI പൈപ്പിൻ്റെ ഒരു ഷീറ്റ് ഇതുപോലെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഹോൾസൊക്കെ പലതും മിസ്റ്റേക്ക് പറ്റിയിട്ടുള്ളതാണ്. കുറേ പരീക്ഷണം നടത്തിയിട്ട് നല്ലൊരു മെത്തേഡ് എന്ന രീതിയിൽ എടുത്തിട്ടുള്ളതാണ്. തൽക്കാലം നിങ്ങൾ ക്ഷമിക്കുക. ഇത് പല വെട്ടും കോമയൊക്കെ കാണും നിങ്ങൾ. അതിൻ്റെ കാരണം പല പരീക്ഷകൾ നടത്തിയിട്ട് ഏതാണ് നല്ലത് ആ രീതിയിൽ എടുത്തുള്ളതാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മൾ തുടങ്ങുന്ന ആദ്യ പടി എന്ന് പറയുന്നത് ഈ GI പൈപ്പാണ്. ഈ GI പൈപ്പിന് ഞാനിവിടെ കുറച്ച് കട്ട് ചെയ്തിട്ട് ഹോൾസൊക്കെ ഇട്ടിട്ടുണ്ട്. രണ്ട് സൈഡും കട്ട് ചെയ്ത് ഹോൾസ് ഇട്ടിട്ടുണ്ട്. അതുപോലെ നടുവിൽ ഞാനിതുപോലെ കട്ട് ചെയ്തിട്ട് ഹോൾ ഇട്ടിട്ടുണ്ട്. ഇതൊക്കെ അതിൻ്റെ ഓരോ സമയത്ത് ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് മനസ്സിലാവണം എന്താണ് അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്ന്. ഞാനത് ഒന്നൊന്നായിട്ട് വിശദീകരിക്കുന്നില്ല. പിന്നെ വേണ്ട ഇതുപോലെ ഒരു അടുത്തൊരു GI പൈപ്പാണ്. സൈസ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുള്ളതുകൊണ്ട് പറയണില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ സൈഡ് നമുക്ക് മനസ്സിലാവും. ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതുപോലെ സ്പ്രിങ് പെർഫെക്റ്റായിട്ട് സെറ്റായിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു ഇടപാട്. ഞാൻ അതിനെ ചെറുതായിട്ടൊന്ന് ലാബിൽ ചെയ്യാണ്. ഇതാണ് അതിൻ്റെ ബോട്ടം എന്ന് പറയുന്ന ഭാഗം. അപ്പോൾ ബോട്ടം ഭാഗം ഇങ്ങനെ വരും. അതിൻ്റെ ബോട്ടം. അതുപോലെ ഇതാണ് അതിൻ്റെ ടോപ്പ് എന്ന് പറയുന്നത്. സാനിറ്റൈസർ വയ്ക്കുന്നത് ഈ ഭാഗത്തായിരിക്കും. അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നത് ഇവിടെ ആയിരിക്കും. ഇവിടെ കാലുകൊണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന ഭാഗം വരുന്നത് ഈ ഭാഗത്തായിരിക്കും. അപ്പോൾ അത് ഞാൻ എങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് നോക്കാം. ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ GI പൈപ്പ് ഇതിനുള്ളിൽ കൂടെ നമുക്കതിൽ ഇറക്കി വയ്ക്കണം. ഇതിങ്ങനെയാണ് ഇറക്കി വയ്ക്കേണ്ടത്. ഈ സ്പ്രിങ്ങിൻ്റെ ഭാഗം വരുന്നത് മുകളിലേക്കാണ്. അപ്പോൾ അത് ഓക്കെ ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടെ രണ്ട് പീസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ പെഡൽ എന്ന് പറയാം. നമ്മൾ കാല് ഉപയോഗിച്ച് പ്രസ് ചെയ്യുന്ന ഇവിടെ ആയിരിക്കും. അപ്പോൾ കാലിൻ്റെ ഷേപ്പിൽ വെറുതെ മനസ്സിലാവുന്ന രീതിയിൽ ജസ്റ്റ് കട്ട് ചെയ്തതാണ്. ഇനി മറ്റൊന്നെന്ന് പറയുന്നത് ഇതിൻ്റെ മുകൾ ഭാഗം.
ഇതിപ്പോൾ ബോട്ടമാണ്. ഈ ബോട്ടം ഈ ഭാഗത്ത് വരും, ഇവിടെ ആയിട്ടുള്ളത് ഇവിടെ ആയിട്ട് വരും. മറ്റുള്ളതിൻ്റെ ടോപ്പ് എന്ന് പറയുന്നത് ഇവിടെയാണ്. അപ്പോൾ ഈ ഭാഗത്തായിരുന്നു ഇത് വരും, ഇങ്ങനെയാണ് വരിക. അപ്പോൾ അത് എങ്ങനെ ഫിക്സ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യണത് ടോപ്പിൽ നിന്നാണ്. ആ ടോപ്പിൽ നമ്മൾ ഇടുന്നതിന് വേണ്ടിയിട്ട് ഒരു ലോക്കുണ്ട്, രണ്ട് ലോക്കുണ്ട്. പക്ഷേ അതിൽ ഒരു ലോക്ക് ഞാൻ എടുക്കുകയാണ്. അപ്പോൾ ആ ലോക്ക് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ചെറിയൊരു പീസാണ്, കണ്ടാൽ മനസ്സിലാവും, ചെറിയൊരു പീസാണ്. ഈ ചെറിയ പീസ് പുറത്തേക്ക് എടുക്കണം. ഈ പുറത്തേക്ക് എടുത്തതിന് ശേഷം ഈ ഭാഗത്താണ് ലോക്ക് ഇടാൻ പോകുന്നത്. ഇതവിടെ കണ്ടാൽ മനസ്സിലാവും, ഇത് സ്പ്രിങ് ഇരിക്കാനുള്ളതാണ്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് കയറിയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഈ ഭാഗത്താണ്. ഈ ഭാഗത്ത് എനിക്ക് കുറച്ച് ചെയ്യാനുള്ളത്, ഇവിടെ ഇതുപോലെ തന്നെ ലോക്ക് ഇടാനുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, ഇവിടെ ലോക്ക്. ഇതിന് വേണ്ടത് നമുക്കൊരു ലോക്കാണ്. ഇനി എന്ന് പറയുന്നത് ഈ രണ്ട് സൈഡ് ബോട്ടത്തിലൊരു ഹോളുണ്ട്. ആ ഹോളിൽ നമ്മൾ ഒരു ചെറിയൊരു നട്ട്, ഒരു അര ഇഞ്ചിൻ്റെ ഒരു 1 ഇഞ്ചോളം വരുന്ന ഒരു നട്ട് ബോൾട്ട് ഇട്ട് ടൈറ്റ് ചെയ്യാണ്. അപ്പോൾ ഇവിടെ ഞാനൊരു നട്ട് ബോൾട്ട് ഇട്ട് ടൈറ്റ് ചെയ്യാണ്. അപ്പോൾ ഇതിലാണ് ഇപ്പോൾ ഇത് മാനുവലാണ്. നമുക്കൊരു പ്രത്യേകിച്ച് ആക്ഷൻ നമ്മൾ തന്നെ ഓപ്പറേറ്റ് ചെയ്യണം. ഡൗൺ ആക്കിയിട്ട് അതേ കൈ കൊണ്ട് നമ്മൾ വീണ്ടും അപ്പാക്കിയാൽ മാത്രമാണ് വർക്ക് ചെയ്യുള്ളൂ. ഇനി ഇതിന് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് വരുന്നുണ്ടെങ്കിൽ എലാസ്റ്റിസിറ്റി ഒരു ടെൻഷൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിന് സ്പ്രിങ് ആവശ്യമുണ്ട്. ആ സ്പ്രിങ്ങാണ് ഞാൻ ഇടാൻ പോകുന്നത്. സ്പ്രിങ് ഇടുന്നത് ഇവിടെയാണ് സ്പ്രിങ് ഇടുക. ടോപ്പിൽ ചെയ്തുള്ള ഈ രൂപത്തിലാണ്. ഓക്കെ, ഇതുപോലെ നെട്ടിട്ട് എടുക്കുകയാണ്. ഇവിടെയാണ് സ്പ്രിങ് ചെയ്യാനുള്ളത്. അതുപോലെ ബോട്ടം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഇതാണ് പെഡൽ എന്ന് പറയുന്ന ഭാഗം നമ്മുടെ. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഞാൻ നെട്ട് ബോട്ടിട്ട് ടൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് മൂവിനനുസരിച്ച് ഇത് മൂവിനനുസരിച്ച് ഈ ഭാഗം മൂവ് ചെയ്യണം. ഇത് മൂവ് ചെയ്യാൻ പറ്റണം. അപ്പോൾ ഇത് സ്പ്രിങ് ആക്ഷൻ ഇല്ല. അപ്പോൾ സ്പ്രിങ് ആക്ഷൻ ഓൾറെഡി ഇല്ല. അപ്പോൾ അതിന് സ്പ്രിങ് ആക്ഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്പ്രിങ് വെച്ച് കൊടുക്കുന്നത്. ആ സ്പ്രിങ് വെച്ച് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൽ പെർഫെക്റ്റായിട്ട് ഇരിക്കാവുന്ന രീതിയിൽ ടൈറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഇതിവിടെ ലോക്കായിട്ട് ഇരുന്നോളും. ഇവിടെ ഇരുന്ന് കഴിഞ്ഞു. പക്ഷെ ഇത്ര ഇരുന്നാൽ പോരാ നമുക്ക്. അതിനുവേണ്ടി നമ്മൾ ഉണ്ടാക്കിയെടുത്തുള്ള ഒരു സാധനമുണ്ട്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ലോക്ക് ചെയ്യുക. അതല്ലെങ്കിൽ സ്പ്രിങ് ഇതിന് ചാടിപ്പോവും. അത് പോകാതിരിക്കാനാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്ന നോക്കുക. ജസ്റ്റ് ഇതിൽ വെച്ചിട്ട് ലോക്ക് ഇടുകയാണ് ചെയ്യുക. ഈ ഹോൾ ഇട്ടില്ല എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ഏതെങ്കിലും കാരണവശാലും നമുക്കത് ഊരേണ്ടി വന്നാൽ ഇതിലോട്ട് ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് വലിച്ചെടുത്താൽ മതി. അങ്ങനെ ഈസിയായിട്ട് പോരും. നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ വളരെ ഈസിയായിട്ട് തന്നെ ഇപ്പോൾ പെർഫെക്റ്റായിട്ട് ഫോൺ കാണാം. അപ്പോൾ വേണ്ട ഇങ്ങനെ ആക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് സ്പ്രിങ് ആക്ഷൻ കിട്ടുന്നുണ്ട്. ഇപ്പോൾ കറക്റ്റ് വരുന്നുണ്ട്. കണ്ടോ, ഈ രീതിയിൽ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്ര പാടുപെട്ടത്. ഓക്കെ, നെക്സ്റ്റ് ചെയ്യാനുള്ള ഇതിൻ്റെ ഒരു ഭാഗം ഞാനിവിടെ ഹോൾ ഇട്ടിട്ടുണ്ട്. അതേപോലെ ഇത് കട്ട് ചെയ്തിട്ടുണ്ട് ഗ്രൈൻഡർ വെച്ചിട്ട്. ഇനി ഇത് ലോക്കിൽ ഇടുകയാണ്. ഇതിന് ഇപ്പോൾ സ്ട്രോങ് ആയിട്ട് നിന്നിട്ടുണ്ട്. കുറച്ച് ചെറിയൊരു ഇളക്കം തീർക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇത് കുറച്ച് ഇളകിയാലും കുഴപ്പമുള്ളതല്ല. ഇപ്പോൾ ആൾ സ്ട്രോങ് ആയിട്ട് നിന്നിട്ടുണ്ട്. ഇവിടെയാണ് നമ്മൾ സാനിറ്റൈസർ വയ്ക്കുക. അപ്പോൾ ഇതിങ്ങനെയാണ് വരിക. അപ്പോൾ ഈ രൂപത്തിലാണ് നമ്മൾ ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ ഇതാണ് നമ്മളുടെ കാല് ഇവിടെ അമർത്തുന്നതനുസരിച്ച് ഇയാൾ മുകളിൽ നിന്നുള്ള ഭാഗം താഴേക്ക് വരും. അപ്പോൾ ഇതിനുള്ള വളരെ ഈസി ആയിട്ടുള്ള മെത്തേഡാണ്. മുമ്പ് നിങ്ങൾ ഇതിനേക്കാളും നല്ലതൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. പക്ഷേ ഞാനിത് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടായിരിക്കും. സ്പ്രിങ് ഉള്ളിലാണുള്ളത്. സാധാരണ സ്പ്രിങ് പുറത്താണ് നിങ്ങൾ കാണാറ്. ആ സ്പ്രിങ് ഉള്ളിൽ തന്നെ അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു പരിപാടിയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. സ്റ്റാൻഡാണ് നമുക്കിത് ഫിക്സ് ചെയ്യാനുള്ളത്. അപ്പോൾ ഈ സ്റ്റാൻഡിൻ്റെ മുന്നോടിയായിട്ട് ഞാൻ ഇതിനെ കുറച്ച് ഹോൾസൊക്കെ അടിച്ചിട്ടുണ്ട്. ഇപ്പോൾ എക്സ്ട്രാ ഹോൾസൊക്കെ ഉണ്ട്. അതൊക്കെ മിസ്റ്റേക്ക് പറ്റിയതാണ്. അത് ജസ്റ്റ് നിങ്ങൾ തൽക്കാലത്തേക്കൊന്ന് ക്ഷമിച്ചേക്കാം. പിന്നെ കുറേ പണികളൊക്കെ ഞാൻ ഒപ്പിച്ച് കുറേ പല രീതിയിലും ട്രൈ ചെയ്ത് നോക്കി ഏതാണ് നല്ലതെന്ന്. ഇതാണ് കുറച്ച് എനിക്ക് പെർഫെക്റ്റായിട്ട് തോന്നിയത്. നിൽക്കണത് കാലമർത്തുമ്പോൾ പോവാതെ നിൽക്കണ ഒരു മെത്തേഡ് ഇതാണ് ഇവിടെ ആയിട്ടുള്ളത്. അപ്പോൾ ഇത് ഫിറ്റ് ചെയ്യേണ്ടത് ഈ രൂപത്തിലാണ്. ഇങ്ങനെ ഫിക്സ് ചെയ്ത് കൊടുക്കുക. ഇവിടെ നിങ്ങൾക്ക് കണ്ടായിരുന്നു ഞാൻ കുറച്ച് വെൽഡ് ചെയ്തൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. വെൽഡ് രണ്ട് സൈഡും ഇത് വെൽഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ഈ പറഞ്ഞ ഭാഗങ്ങൾ. ഇതിലൂടെ നമ്മൾ സാനിറ്റൈസർ വയ്ക്കും. ഇതാണ് നമ്മുടെ ഇലക്ട്രിക് പെഡൽ. ഇവിടെ നിങ്ങൾക്ക് കണ്ടത് കറക്റ്റ് മൂവിയിൽ കാണാം. ഇത് മൂവ് ചെയ്യുന്നത് കണ്ടോ. ഇപ്പോൾ വളരെ ഈസി ആയിട്ട് മൂവ് ചെയ്യുന്നുണ്ട്. ഇവിടെയാണ് നമ്മൾ ഈ സാധനം വയ്ക്കുക. അപ്പോൾ നമ്മളെ കയ്യിലൊരു സാനിറ്റൈസർ ഉണ്ട്. ഒരു സാനിറ്റൈസറിന് പകരമായിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ്. തൽക്കാലത്തിൽ സാനിറ്റൈസർ ചെയ്യാറില്ല. ഇപ്പോൾ സാനിറ്റൈസർ നമുക്ക് ഇവിടെ വയ്ക്കാം.
കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ എല്ലാ ഭാഗങ്ങളും വിശദീകരിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങൾക്ക് ഫ്രണ്ട്സ് ഉണ്ടായിരിക്കും, മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ് ഉണ്ടായിരിക്കും, വെൽഡിങ്ങിൽ വർക്ക് ചെയ്യുന്ന വെൽഡിംഗ് ഷോപ്പുകൾ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ടായിരിക്കും, ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ടായിരിക്കും. അവർക്കെല്ലാം ഒരു ഗൈഡൻസ് ആയിക്കൊണ്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇത് മാക്സിമം നിങ്ങളിത് ഉപയോഗപ്പെടുത്തുക. മോളുകളിലും മറ്റ് പല സ്ഥലങ്ങളിലും നിങ്ങൾക്ക് ഇതിൻ്റെ ആവശ്യം വരും. തീർച്ചയായിട്ടും ഇങ്ങനെ ഒന്ന് നമ്മൾ ഇന്നത്തെ പരിസ്ഥിതിയിൽ വളരെ അത്യാവശ്യമാണ്. തീർച്ചയായിട്ടും ഉണ്ടാക്കുക. അപ്പോൾ എൻജോയ് ചെയ്യുക. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീണ്ടും വരാം. ഗുഡ് ബൈ.